പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ട് ഇടുന്നൊരു വീഡിയോ ആണ്. ഒരു ഇൻട്രൊഡക്ഷൻ, ഞാൻ ആരാണ് എന്താണ് കുറച്ച് പേർക്ക് അറിയായിരിക്കും, പക്ഷെ അറിയാത്തവർ കുറേ പേരുണ്ട്. മൈക്കോ കാര്യങ്ങളൊന്നുമില്ല, സാധാരണ ഫോണിൽ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. APR ഫാമിലി എന്ന് പറയുന്നത് APR ശ്രീ പ്രണവ് രുദ്രാക്ഷ്. ആരുടെ അർത്ഥം കൂടി മാത്രമല്ല AP. ഞങ്ങൾ രണ്ട് പേരുടെ ഫാമിലീസ് ഫസ്റ്റ് ലെറ്റേഴ്സ് APയിലാണ് തുടങ്ങുന്നത്. അതും കൂടി വെച്ചിട്ടാണ് APR ഫാമിലി എന്ന് പറയുന്നത്. മൈക്കിലാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അമ്പലത്തിലെ പാട്ടെല്ലാം കാണും. ഇപ്പം ഞാനുള്ളത് എൻ്റെ നാട്ടിലാണ്. അത് ഞാൻ പറയുന്നുണ്ട്. എൻ്റെ പച്ചപ്പ് ഹരിതാപ്പൊന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതെൻ്റെ നാടാണ്. കണ്ണൂർ ജില്ലയിൽ പിണറായി എന്ന സ്ഥലത്താണ് ഞാൻ ഉള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലേസും കൂടിയാണിത്. ഫോണിൽ കാണുന്നേക്കാൾ നേരിട്ട് കാണാൻ അടിപൊളി സ്ഥലമാണിത്. സ്വന്തം നാട് വിട്ട് നിൽക്കുന്ന എല്ലാ കല്യാണം കഴിഞ്ഞപ്പം പിള്ളേർക്കും നാട് ഭയങ്കര മിസ്സിങ് തന്നെയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് 20 മിനിറ്റേ ഉള്ളൂ. എന്നാലും നാട് തന്നെയില്ലേ. എൻ്റെ വീട്ടിലിപ്പോൾ ഉള്ളത് അച്ഛനും അമ്മയും മാത്രമാണ്. അച്ഛനും അമ്മയും മാത്രമാണ് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ ഒറ്റ മോളാണ്. അല്ല, ഒറ്റ മോളല്ല. എനിക്കൊരു അനിയനുണ്ട്. 3 വർഷം മുമ്പ് നാട് വിട്ടു പോയതാണ്. നാട് വിട്ട് പോയെന്ന് വെച്ചാൽ പുറത്ത് ജോലിക്ക് പോയതാണ്, വേറെ എവിടെയല്ല. അമ്മ പ്രഭാവതി, അച്ഛൻ പ്രദീപൻ, അനിയൻ അനുരാഗ്. ഇതാണ് എൻ്റെ ഫാമിലി. ഹസ്ബൻഡിൻ്റെ നാട് മുഴപ്പിലങ്ങാടാണ്. അവിടെ അച്ഛൻ, അമ്മ, അനിയത്തി. അച്ഛൻ പുരുഷോത്തമൻ, അമ്മ പ്രീത, അനിയത്തി പ്രീതിക. എന്താ പറഞ്ഞത് AP. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ APയിലാണ് ഉള്ളത്. പിന്നെ 6 രുദ്രാക്ഷം. വീഡിയോയിൽ പ്രത്യേകിച്ച് ആരെയും കാണിക്കുന്നില്ല, മോനെ കാണിക്കുന്നുണ്ട്. പിന്നെ ക്യാമറമാൻ എൻ്റെ ഹസ്ബൻഡാണ്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അച്ഛനും മോനും അതിലൂടെ പോകുന്നുണ്ട്. എൻ്റെ അച്ഛനും മോനാണ്. വടിയെടുത്തിട്ട് പോന്ന് വടിയെടുത്തിട്ട് പോന്ന് എടി പോന്ന് പൊന്നു വടിയെടുത്തിട്ട് എടി പോന്ന് അടി കൊടുക്കാനാ പോന്ന്. അടി അടിക്കാൻ പോന്ന്. അപ്പോൾ ഞങ്ങളുടെ മോൻ്റെ വീഡിയോ കണ്ടായിരിക്കുമല്ലോ. ഇതാണ് ഞങ്ങളുടെ മോനെ രുദ്രാക്ഷ്. ഓരോ ആൾക്കാരെയും ഞാൻ പിന്നെ പരിചയപ്പെടുത്തലാം. ഇപ്പം തൽക്കാലം ഞാൻ മോനെ മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ മോനെ നോക്കി ഇരിക്കുക, അത് തന്നെയാണ് ജോലി. മോൻ അംഗനവാടി പോയി തുടങ്ങിക്കഴിഞ്ഞാൽ ജോലി ആയിക്കോട്ടെ പഠിപ്പിലേക്ക് ആയിക്കോട്ടെ നീങ്ങണമെന്ന് വെച്ച് മോനിപ്പം ആരും ഇല്ലാണ്ട് പറ്റൂല. ഒറ്റക്ക് നിർത്താൻ പറ്റുന്ന കുട്ടിയല്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും നോക്കാതെ. ഇപ്പോൾ 2 വീട്ടുകാരൊക്കെ അവർക്ക് അവരുടേതായ ജോലിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനും എൻ്റെ ഫാമിലീസും. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സപ്പോർട്ടാണ് എനിക്ക് പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം. അപ്പോൾ താങ്ക് യു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും നന്ദി.